ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ദയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിഷി റോഷ്നിയാണ്. ഡോക്ടർ, എന്താണ് ഈ ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറഞ്ഞത്? ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത് ഒരു 30 മുതൽ 50 വയസ്സുള്ള സ്ത്രീകളിൽ സാധാരണ കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഇതുണ്ടാകുന്നത് യൂട്രസിന്റെ പേശിയിൽ നിന്നുള്ള ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. അതായത് ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ നിന്നുള്ള മസിലിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. ഇത് ക്യാൻസർ അല്ലാത്ത ഒരു മുഴയാണ്. അപ്പം ഇത് മുഴയാണെന്ന് പറഞ്ഞു, ക്യാൻസർ അല്ല, മനസ്സിലായി. എന്തൊക്കെയാണ് സാധാരണ രോഗലക്ഷണങ്ങളായിട്ട് അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്ക് കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മുഴയുള്ള ഒട്ടുമിക്ക പേരും ലക്ഷണങ്ങളൊന്നും സാധാരണ കാണിക്കാറില്ല. എന്നാൽ ചിലരിൽ ഇത് അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാക്കാം, ആർത്തവ ദിവസം കൂടുതൽ ദിവസം നീണ്ടു നിൽക്കാം, അടിവയറ് വേദന ഉണ്ടാകും, അടിവയറ്റിൽ കട്ടി തോന്നും, വയറ് വീർത്ത് വരുന്നതായി കാണാം, മൂത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കാണാം, ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ മൂത്രം പോകാതിരിക്കുന്നു, മലബന്ധം ഉണ്ടാക്കാം, പിന്നെ ഗർഭധാരണ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഇത് സാധാരണയായി കാണുന്ന അസുഖമാണെന്ന് പറഞ്ഞു. അപ്പം പലർക്കും രോഗലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ ഇത് കാണാൻ സാധിക്കുമോ? ഇത് രോഗലക്ഷണങ്ങൾ ഇല്ലാതിരിക്കാം, പക്ഷെ അവർക്ക് ഫൈബ്രോയിഡ് ഉണ്ടാകും. ഈ ഫൈബ്രോയിഡ് ഒരാൾക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഫൈബ്രോയിഡ് ഉണ്ടെന്നിരിക്കും, പല വലിപ്പത്തിലും കാണാം. ചിലപ്പോൾ ഇത് ലക്ഷണങ്ങൾ ഇല്ലാത്തവര് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴായിരിക്കും കണ്ടുപിടിക്കുന്നത്. അതായത് ഇൻസിഡന്റലായിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്തായിരിക്കും കണ്ടെത്തുന്നത്. അതെ, അതെ. ഇങ്ങനെയുള്ള ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ ടെസ്റ്റ് ആണ് സാധാരണ അഡ്വൈസ് ചെയ്യാറ്? ഈ ലക്ഷണങ്ങളോട് കൂടി വരുന്ന സ്ത്രീകൾക്ക് നമ്മൾ ആദ്യമായി ചെയ്യുന്നത് പരിശോധന നടത്തും. അതേപോലെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യും. അതാണ് മുഖ്യമായ പരിശോധന. എന്നാൽ ചില സാഹചര്യങ്ങളിൽ MRI വേണ്ടി വന്നേക്കാം. ഈ എപ്പോഴാണ് MRI എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ MRIയുടെ CT സ്കാൻ എടുക്കേണ്ടി വരിക? MRI ആണ് മെയിൻ. MRI എടുക്കേണ്ടത് ചിലപ്പോൾ ഇത് ഫൈബ്രോയിഡ് തന്നെയാണോ എന്നൊരു സംശയം തോന്നിയാലോ, അതല്ലെങ്കിൽ ഇത് ഫൈബ്രോയിഡ് യൂട്രസിൽ നിന്ന് തന്നെയുള്ള മുഴയാണോ, ഓവറിൽ നിന്നുള്ളതാണോ എന്നൊരു സംശയം തോന്നാം. കാരണം ഇത് ഗർഭപാത്രത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഈ മുഴ വരാം. അപ്പൊ ചിലത് അണ്ഡാശയത്തിലെ മുഴയാണെന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളോ, അല്ലെങ്കിൽ ഫൈബ്രോയിഡിൽ തന്നെ ചില മാറ്റങ്ങൾ വരും. അതുണ്ടാകുമ്പോഴോ ചിലപ്പോൾ എന്താണ് ഇത് ഫൈബ്രോയിഡ് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് ഇവിടുന്ന് യൂട്രസിൽ നിന്ന് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ MRI വേണ്ടി വരും. ഈ ഫൈബ്രോയിഡിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഫൈബ്രോയിഡ് തന്നെയാണോ എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് കൂടിയ പരിശോധനകൾ വേണ്ടി വരിക. അതെ, അതെ. ഈ ലക്ഷണങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സാധാരണ ചെയ്യുക? അപ്പൊ ഇൻസിഡന്റലായിട്ട് പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ, സ്കാൻ ചെയ്യുമ്പോൾ കണ്ടെത്തി. അങ്ങനെയുള്ളവരെ എന്താണ് അഡ്വൈസ് കൊടുക്കാറ്? അതായത് ചികിത്സ നിശ്ചയിക്കുന്നത് രോഗിയുടെ പ്രായം, രോഗലക്ഷണങ്ങള്, അതിന്റെ തീവ്രത, മുഴയുടെ വലിപ്പം, യൂട്രസ് നിലനിർത്തണോ വേണ്ടയോ എന്നുള്ള ആവശ്യം, ഗർഭധാരണം വേണോ വേണ്ടയോ എന്നുള്ള ആവശ്യങ്ങള്, പിന്നെ പറഞ്ഞ പോലെ ചില കോംപ്ലിക്കേഷൻസ് അനുസരിച്ചാണ് ചികിത്സ വേണ്ടി വരുന്നത്. ഇപ്പൊ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ മുഴകളാണെങ്കിൽ നിരീക്ഷണം മാത്രം മതി. എന്നാൽ ലക്ഷണങ്ങളുള്ള മുഴയാണെങ്കിൽ ലക്ഷണമനുസരിച്ച് ചികിത്സിക്കണം. വയറുവേദനയ്ക്കുള്ള ചികിത്സ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹോർമോൺ തെറാപ്പി പല രൂപത്തിലുണ്ട്. മെറീന ഇടാം. പിന്നെ അതേപോലെ തന്നെ ചില ഗുളികകൾ ഫൈബ്രോയിഡിന്റെ വലിപ്പം ഒരു പരിധി വരെ, ഒരു 30 തൊട്ട് 50% വരെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചിലപ്പോൾ ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും വളരാനുള്ള സാധ്യതയുണ്ട്. ഈ നിരീക്ഷണത്തിൽ പോകാമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്താണ് ഈ നിരീക്ഷണം ഉദ്ദേശിച്ചത്? നിരീക്ഷണം ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് വരുന്നുണ്ടോ എന്ന്, മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഒരു 6 മാസം അല്ലെ 1 വർഷം കൂടുമ്പോൾ അതായത് വീണ്ടും സ്കാനും ചെയ്യും. 6 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യേണ്ടി വരും. സാധാരണ എന്തൊക്കെയാണ് ഇപ്പം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യുന്ന ഓപ്പറേഷൻ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്പറേഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് യൂട്രസ് നിലനിർത്തിക്കൊണ്ട് മുഴ മാത്രം എടുത്തു കളയുക. അതിനെ മയോമെക്ടമി എന്ന് പറയും. ഈ മയോമെക്ടമി ചെയ്താല് ഒരു 30-50% ആൾക്കാർക്ക് ഈ മുഴ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ഥിരമായ അല്ലെ ശാശ്വതമായ പരിഹാരം എന്നുള്ളത് യൂട്രസ് എടുത്തു കളയുക. ഈ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞത് വയറ് തുറന്നാണോ അതോ ലാപ്രോസ്കോപ്പ് ഉപയോഗിച്ചാണോ, എങ്ങനെയാണ് അത് മുഴയുടെ രൂപവും ഭാവവും അല്ലെ നമ്പർ വലിപ്പം ഒക്കെ അനുസരിച്ച്
ഓപ്പൺ ആയിട്ട് ഹിസ്റ്റക്ടമി ചെയ്യാം, വജൈനലി താഴെ കൂടെ ചെയ്യാം, അതേപോലെ റോബോട്ടിക് ആയിട്ട് ചെയ്യാം, ലാപ്രോസ്കോപ്പിക് ആയിട്ട് ചെയ്യാം. ഈ ഫൈബ്രോയിഡ് ഉള്ള ഒരാൾ ഗർഭിണിയായി എന്ന് വിചാരിക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുമോ, എന്തെങ്കിലും അവരെ ഒബ്സർവ് ചെയ്താൽ മതിയോ, എന്താണ് സാധാരണ ചെയ്യുന്നത്? സാധാരണ ഗർഭകാലത്ത് നമ്മൾ ഒരു ഇന്റർവെൻഷൻസ് അതായത് ഒന്നും ചെയ്യില്ല, അത് ഒബ്സർവ് ചെയ്തിരിക്കുകയുള്ളൂ. പിന്നെ ചിലർക്ക് അബോർഷനായി പോകാനുള്ള സാധ്യതയുണ്ട്, ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചതിൽ താങ്ക്സ്. നന്ദി.